ബോസ് മലയാളം സീസൺ 6 നിന്ന് സിജോനെ അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം റോക്കി ഒരുപാട് നാളായിട്ട് ബോക്സിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. 7 വർഷത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബോക്സർ ആഞ്ഞിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതും താടിയലിന് തന്നെയാണ് റോക്കി കൃത്യമായിട്ട് സിജോനെ ആക്രമിക്കുന്നത്. സിജോനെ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ ഒരു അറിയിപ്പ് പ്രകാരം സിജോന്റെ അണപ്പല്ലിന് നല്ല രീതിയിലുള്ള ഇളക്കമുണ്ട്, അതുപോലെ തന്നെ താടിയലിന് നല്ല രീതിയിൽ തന്നെ ക്ഷതവും ഏറ്റിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ തുടരാൻ കഴിയില്ല. സിജോ ഹോം റെസ്റ്റിന് വേണ്ടി വീട്ടിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. താടിയലിന് എന്തെങ്കിലും ചെറിയൊരു സർജറി കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ബിഗ് ബോസിന് ഒരു റീ എൻട്രി വഴി സിജോനെ അഡ്മിറ്റ് ചെയ്യാനും കഴിയില്ല. കാരണം ഒരു സർജറി കഴിഞ്ഞ് അപ്പോൾ തന്നെ ബിഗ് ബോസിലേക്ക് ഒരിക്കലും അലോ ചെയ്യില്ല. അത് എത്ര വലിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും എത്ര വലിയൊരു ഗെയിം ചേഞ്ചർ ആണെങ്കിലും ബിഗ് ബോസ് അത്തരത്തിലൊരു റിസ്ക് തീർച്ചയായിട്ടും എടുക്കില്ല. അപ്പോൾ പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ വരാനായിട്ട് നല്ല ചാൻസ് ഉള്ള ഒരു വീക്ക് തന്നെയാണിത്. വൈൽഡ് കാർഡ് എൻട്രികൾ എല്ലാം റെഡിയാണ്. ഒന്നിലധികം പേരോ ചിലപ്പോൾ ഒരു 4-5 പേരോ ഒരുമിച്ച് കയറാനായിട്ടും ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു 3-ാം ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 5 പേരോളം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. സിജോ കൂടി പുറത്താവുകയാണെങ്കിൽ 5 പേര്. 100% ഉറപ്പിക്കാറായിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും സിജോന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട്. വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സിജോ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. പക്ഷേ തൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ താടിയലിന് പരിക്കും അതുപോലെ തന്നെ പല്ലിനൊക്കെ ഇളക്കമുള്ള ഒരാൾക്ക് ഇത്രയും നാൾ നിന്നതുപോലെ 100% ആക്റ്റീവായിട്ട് ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ ഗെയിം കളിക്കാൻ കഴിയില്ല. ബിഗ് ബോസ് അതിന് അനുവദിക്കുകയുമില്ല. ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ ആവുമെന്നാവോ. അധികം വലിയ പരിക്കുകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നാളത്തെ, അങ്ങനെയാണെങ്കിൽ വലിയ പരിക്കുകളില്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സീക്രട്ട് റൂമിൽ സിജോനെ താമസിപ്പിക്കും. അല്ലെങ്കിൽ സർജറി അതുപോലുള്ള കുറച്ചുകൂടി ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സിജോനെ വീട്ടിലേക്ക് വിടും. അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കിക്കും അത് ക്ഷതമായിട്ട് മാറും. കാരണം തീർച്ചയായിട്ടും പോലീസ് കേസ് ഉണ്ടാകും. സർജറി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെ ഉണ്ടായതാണെന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്നതാണിത്. അങ്ങനെയാണെങ്കിൽ റോക്കിക്ക് തീർച്ചയായിട്ടും പോലീസ് കേസ് അതുപോലുള്ള ലീഗൽ ആക്ഷൻസ് നേരിടേണ്ടി വരും. സിജോൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ഉള്ളതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. 100% ഉറപ്പൊന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും സിജോ ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. താടിയലിന് നല്ല പരിക്കുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്